ഇതുപോലെ നല്ല ചൂടുള്ള സമയത്ത് ഒരു ഐസ്ക്രീം കഴിച്ചാലോ, അതും വെറും 3 ചേരുവകൾ കൊണ്ട് മാത്രമാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത 3 മാങ്ങ എടുത്തിട്ടുണ്ട്. പുളിപ്പ് ഒട്ടും കാണാൻ പാടില്ല, നല്ല ദശക്കട്ടിയുള്ള മാങ്ങ ആയിരിക്കണം. അതിൻ്റെ ഒരു പകുതി ഭാഗം കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കി ഭാഗം നമുക്ക് ഇതേപോലൊരു മിക്സ് ചെയ്യാൻ പറ്റിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊരു സ്മാഷർ കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് ഞാനിങ്ങനെ ഉടച്ചെടുക്കുവാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഒട്ടും തന്നെ നാരുകളൊന്നും ഇല്ലാത്ത നല്ല അലുവ പോലത്തെ മാങ്ങയുണ്ടല്ലോ, അത് വേണം എടുക്കാൻ. അപ്പോൾ ഒരു 1/4 ഭാഗമൊക്കെ ഉടഞ്ഞതിന് ശേഷം നമുക്കിതേപോലെ ബീറ്റർ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ബാക്കി ഭാഗവും കൂടി നല്ലോണം സെറ്റായിട്ടങ്ങ് വന്നോളേ. അപ്പോൾ ഇതേപോലെ ഈ മാങ്ങയുടെ സീസണൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊന്നും ഐസ്ക്രീമൊന്നും വാങ്ങിക്കാതെ നമുക്ക് വീട്ടിലെ മക്കൾക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. പെട്ടെന്ന് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഇതിൻ്റെ അരികു ഭാഗമൊക്കെ നന്നായിട്ട് വടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ ഇപ്പം നല്ല പൾപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് നമുക്ക് വേറൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ആ ഒരു ബൗളിൻ്റെ ആവശ്യമുണ്ട്. കാരണം അതിലാണ് നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് മൊത്തം വടിച്ചെടുത്ത് ഞാൻ വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി 240 ml കപ്പിൻ്റെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഞാനിപ്പം ക്യാമറയുടെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഈയിടെയായിട്ട് ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് കേട്ടോ വാങ്ങിക്കുന്നത്. നല്ല ടേസ്റ്റാണതിന്. അതിലേക്ക് ഒരു 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ഇത് രണ്ടും തന്നെ ധാരാളം. പിന്നെ മാങ്ങയുടെ ഒരു ചെറിയ മധുരവും കൂടെ ഉണ്ട്. ചെറുതല്ല, അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ട് കേട്ടോ ഈ മാങ്ങയ്ക്ക്. ഇനിയിപ്പം നമ്മൾ പ്രത്യേകിച്ച് പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമുള്ള ആ വിപ്പിംഗ് ക്രീമിൻ്റെയും അതുപോലെ തന്നെ ആ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും പിന്നെ ഈ മാങ്ങയുടെയൊക്കെ മധുരം ആകുമ്പോഴത്തേക്കും എല്ലാം നല്ല സെറ്റാവേ. ഒരുപാട് ചേരുവകളൊന്നുമില്ല, ഈ ഒരു 3 ചേരുവകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രീമൊക്കെ ആദ്യം 1ാമത്തെ സ്പീഡിലും പിന്നെ 2ാമത്തെ പിന്നെ 3ാമത്തെ ആ ഒരു സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പൾപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മാങ്ങയില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റർ കൊണ്ട് തന്നെ നന്നായിട്ട് അടിച്ചെടുക്കാം. ബീറ്റർ വേണമെന്നൊന്നുമില്ല, നമുക്ക് മിക്സിയിൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാമേ. അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാമേ. അപ്പോൾ ഇതേ നമ്മുടെ ബീറ്റർ വെച്ച് അടിച്ചിട്ടുള്ള ആ ഒരു മാങ്ങയുടെയും വിപ്പിംഗ് ക്രീമിൻ്റെയും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ട് കളറും ഒന്നും ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ കളർ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 1-2 തുള്ളി യെല്ലോ കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഒട്ടും തന്നെ കളറൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളില്ലേ മാങ്ങയുടെ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് പിന്നീട് കടിക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനത്തെ ഞാൻ ഇതേപോലൊരു കണ്ടെയ്നർ സെറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദേ ഈ 1 കപ്പ് വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട, ഈ ചൂടുള്ള സീസണൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും മക്കൾക്കൊക്കെ ഇതേപോലെ ഐസ്ക്രീമൊക്കെ കഴിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹം വരും. ഇനി നമുക്ക് എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ടാപ്പ് ചെയ്തതിന് ശേഷം ഇനി അതിൻ്റെ മേൽഭാഗം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചതിന് ശേഷം വെറുതെ ഇങ്ങനെ ഒരു സിക്സാക് ഡിസൈനോ എന്തെങ്കിലും ഒരു ഡിസൈനും ചെറുതെ ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്കിത് അടച്ചതിന് ശേഷം ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിതിപ്പം രാത്രിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. എന്നിട്ടിത് എടുക്കുന്നത് അടുത്ത ദിവസം ഒരു 12:30 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ. അത്രയൊന്നും വേണ്ട, ഒരു 6-7 മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായിട്ട് വരുവേ. അങ്ങനെ നമ്മുടെ ഐസ്ക്രീമൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. സ്കൂപ്പൊന്നുമില്ല. അപ്പം ഈ ഒരു ഉണ്ട തവി കൊണ്ട് തന്നെ നമ്മൾ എടുത്തപ്പോഴത്തേക്കുണ്ടല്ലോ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ബോൾ പോലെ ഉരുണ്ട് വരുന്നുണ്ട്. ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഐസ്ക്രീം നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടോ. ഇനി വെറുതെ ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും തംബ്നെയിലിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. മാങ്ങയൊക്കെ കിട്ടുന്ന സീസണാണ്, ട്രൈ ചെയ്യണം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.